അല്പസമയ കരങ്ങളെ തട്ടിക്കൊണ്ട് ആമേ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അത്യമായി മുന്നേറുവാൻ കഴിയാതെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാൻ കഴിയാതെ തടസ്സമായി യാതൊരുക്കുന്ന ചില വിളികൾ ഇന്ന് പകലിൽ അഭിമാനാക്കുക. കബർനഹൂം എന്ന് പറഞ്ഞാൽ അവൻ നഹൂമിന്റെ പട്ടണമെന്നാണ് അറിയപ്പെടുന്നത്. പ്രവാചകനായ നഹൂമിന്റെ പട്ടണം. ഈ പട്ടണത്തിൽ ഒരിക്കൽ യേശു കടന്നു വന്നു. ആമേൻ. യേശു ആ പട്ടണത്തിൽ കടന്നു വന്നിട്ടുണ്ടെന്നുള്ള ശ്രുതി കേട്ട് ജനമെല്ലാം അവിടെ തടിച്ചുകൂടി. ആമേൻ. അവിടെ കടന്നു വന്നിരിക്കുന്നവർ എല്ലാവരുടെ ഉദ്ദേശം അവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ലഭിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ കടന്നു വന്നിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന വിഷയമുണ്ട്. ആമേൻ. എന്നാൽ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, 2-3 പേർ ഐക്യമത്യപ്പെട്ട് എന്റെ നാമത്തിൽ എവിടെ കൂടി വരുമോ അവരുടെ നടുവിൽ ഞാനുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് യേശു കർത്താവ് നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. നാം ഭാരപ്പെടുന്ന ഏത് വിഷയമാണോ ആ വിഷയത്തിന് മറുപടി തരുവാൻ ശക്തനായ യേശു കർത്താവ് ഇന്ന് പകൽ നമ്മുടെ ദൈവസഭയിൽ ആമേൻ ഈ ഓഡിറ്റോറിയത്തിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആരും ഭാരത്തോടുകൂടി കടന്നു പോകത്തില്ല. അവൻ ചില മറുപടിയെ അവൻ പ്രാപിച്ചു കൊടുത്തത് കടന്നു പോകും. അവരവരുടെ ആവശ്യങ്ങളായിട്ടാണ് പലരും ഇവിടെ കടന്നു വരുവാൻ ഇടയായത്. എന്നാൽ ഇവിടെ 4 പേര് വ്യത്യസ്തമായി അവിടെ ചിന്തിച്ചു. ആമേൻ. അവർ 4 പേര് ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് യേശുവിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. ആമേൻ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവര് ആ ചുമന്നുകൊണ്ട് കടന്നു വരുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച നമ്മുടെ ഭാഷ പറഞ്ഞിട്ട് സൂചി പോലും കുത്തുവാൻ ഇടമില്ലാതെ വണ്ണം ജനമെല്ലാം ആ ഭവനത്തിന് ചുറ്റും വന്ന് കൂടിയിരിക്കുകയാണ്. എന്നാൽ ആ വിഷയത്തെ കണ്ടുകൊണ്ട് അവർ പുറകോട്ട് പോകാൻ അവർ തീരുമാനിച്ചില്ല. അവർ വിശ്വാസത്തോടെ ഈ വിഷയത്തെ യേശുവിന്റെ അരികിലേക്ക് ഇറക്കി വെക്കുവാൻ ഇടയാക്കി. ഇന്ന് പകലിൽ നാം ഇവിടെ ആയിരിക്കുമ്പോൾ നാം ഭാരപ്പെടുന്ന വിഷയത്തെ ഇന്ന് പകൽ നമ്മൾ യേശുവിന്റെ അരിക്കൽ ഇറക്കി വെച്ചാൽ തീർച്ചയായും നമ്മുടെ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ ചില മറുപടികൾ ദൈവം വഹിക്കാൻ ഇടയാക്കി. അവർ വളരെ ബന്ധപ്പെട്ട് ആ വിഷയത്തെ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അവിടെ പറയുകയാണ്, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് നിന്റെ പാപം ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു. ആമേൻ. ഈ പക്ഷപാതക്കാരന്റെ വിശ്വാസം കണ്ടിട്ടല്ല, ആമേൻ ആ ചുമന്നുകൊണ്ടുവന്ന 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് അവർ പറയാണ്, നിന്റെ പാപം ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചില നാളുകളായി ഇവനെ കിടപ്പിലാക്കിയതിന്റെ പുറകിൽ വ്യാപരിച്ച ശക്തി എന്ന് പറഞ്ഞാൽ ഒരു പാപമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ചില പാപത്തിന്റെ ശക്തികളാണ്. ഇന്ന് പകലിൽ ചില പാപത്തിന്റെ കെണികൾ ദൈവജനത്തെ വിട്ട് മാറാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ദൈവങ്ങൾ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഒരു വാക്യോടെ വളരെ വേഗത്തിൽ വായിച്ച ദൈവത്തിന്റെ താണിരിപ്പാൻ ആഗ്രഹിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിച്ചാട്ടെ.